ബ്രിഗേഡിയർ എൻ ബാലൻ, ഇവിടെ യുദ്ധം ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. അത് ഏതു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഇതിന് തിരിച്ചടി ഉടനെ വേണം എന്ന് പറയുമ്പോൾ പലരും അത് കാണുന്നത് ഒരു യുദ്ധ മാർഗമായിട്ടാണ്. പക്ഷേ അങ്ങനെ പാടില്ല. പകരം ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഭാരതത്തെ എക്കാലവും ദ്രോഹിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് അറിയാം. പക്ഷേ പാകിസ്ഥാനെയും ഭാരതത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. കാരണം ഇപ്പോൾ ഭാരതം ലോക ശക്തിയായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് പാകിസ്ഥാൻ തീവ്രവാദത്തിൽ മാത്രം മുങ്ങി നിൽക്കുന്ന ഒരു ദരിദ്ര രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു എടുത്തുചാട്ടം എന്നുള്ളത്, ഒരു സൈനിക നടപടി എന്നുള്ളത് ഇപ്പോൾ അനിവാര്യമാണോ? അത് അനിവാര്യമാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഭാരതീയ സേനയ്ക്ക് രാഷ്ട്രീയപരമായി ഒരു അനുഭാവങ്ങളൊന്നുമില്ല, രാഷ്ട്രസ്നേഹം മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ പട്ടാളം തിരിച്ചാണ്. അവരാണ് അവിടുത്തെ രാഷ്ട്രീയം നടത്തുന്നത്. എല്ലാ രാജ്യത്തിനും ഒരു സൈന്യമുണ്ടാവും. അവിടെ ഒരു സൈന്യത്തിന് വേണ്ടിയാണ് രാജ്യമുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞതുപോലെ ഈ യുദ്ധം ഇന്നോ നാളെയോ ഒരു ബാലക്കോട്ട് സ്ട്രൈക്കോ ഒരു സർജിക്കൽ സ്ട്രൈക്കോ കൊണ്ട് തീരുന്നതല്ല. ഇത് കുറേ നാളുകൾ, ഒരു ദശകം തന്നെ വേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ. അതിൽ വളരെയധികം ടെററിസ്റ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പാകിസ്ഥാനിലുള്ളത് അത് നശിപ്പിക്കേണ്ടിയിരിക്കുന്നു, ഉന്മൂലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, അവരുടെ ഇതിന് പിന്തുണ നൽകുന്ന സൈന്യത്തിനെ ശിഥിലമാക്കേണ്ടിയിരിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ISI എന്ന സംഘടനയെ തകർക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ ഒരു ചിന്താഗതി ഒരു ആക്രമണത്തിലോ ഒരു സർജിക്കൽ സ്ട്രൈക്കിലോ മാറുവാൻ പോകുന്നില്ല. അവർ വേറെ ഒരു ട്രാക്കിലാണ്. ആ ട്രാക്കിൽ നിന്ന് അവരെ മാറ്റി ട്രാക്കിലേക്ക് വേറെ കൊണ്ടുവരാനായിട്ട് ഇന്നും നാളെയും കൊണ്ടുള്ള ഒരു യുദ്ധം കൊണ്ട് തീരാൻ പോകുന്നില്ല. രണ്ടാമത് പറയാനുള്ളത്, സൈന്യം നമ്മുടെ രാജ്യത്തുള്ളത് ഇത്രയും നമ്മൾ പൈസയൊക്കെ ചെലവഴിക്കുന്നത് അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. രാജ്യത്ത് ഇങ്ങനെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ഒരു രാഷ്ട്രത്തെ എപ്പോഴൊക്കെ പോകുന്നുണ്ടോ, നമ്മൾ ഇപ്പോൾ 5ാമത്തെ സമ്പദ് വ്യവസ്ഥ നിലയിലാണ് നിൽക്കുന്നത്. 3ാമത്തേത് മാറും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ. അപ്പോൾ ആ വഴിത്തിരിവുകളിലെല്ലാം നമ്മൾക്ക് ഇങ്ങനെയുള്ള ചലഞ്ചസ് ഉണ്ടാകും, സെക്യൂരിറ്റി ചലഞ്ചസ് ഉണ്ടാകും. അതിൽ കൂടി പല രാഷ്ട്രങ്ങളും അമേരിക്കയും റഷ്യയും ഒക്കെ പോയിട്ടുണ്ട്. അത് നമ്മൾക്കും ഉണ്ടാകും. അത് നേരിടാനുള്ള മനോബലം നമ്മൾക്കും ഉണ്ട്. നമ്മളുടെ സൈന്യം അതിന് സശക്തമാണ്. പാകിസ്ഥാനെയും ഇന്ത്യയുടെയും സൈന്യം നമ്മൾ താരതമ്യപ്പെടുത്താൻ ഉള്ള ഒരു ഇതുമില്ല. അവർക്ക് എത്ര ടാങ്കുകളുണ്ട്, നമ്മൾക്ക് എത്ര ടാങ്കുകളുണ്ട്, അവരുടെ ഇരട്ടി ടാങ്കുകളുണ്ട്. നമ്മൾക്ക് എത്ര വിമാനവാഹിനികളുണ്ട്, 2 ഉണ്ട്. അവരുടെ കയ്യിൽ 0. മാത്രമല്ല, ലീഡർഷിപ്പിനെ തന്നെ നോക്കൂ. യുദ്ധത്തിൻ്റെ ദൂരെ ഒരു കാർമേഘം വന്ന ഉടനെ തന്നെ അവരുടെ പട്ടാള ചീഫിനെ കാണാനില്ല, അയാൾ ബങ്കറിലായി. നമ്മുടെ പട്ടാളക്കാരെല്ലാം അതിർത്തിയിൽ സജീവമാണ്. അവർ ഓൾറെഡി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, മിലിറ്ററി ആക്ഷൻസ് ഒക്കെ. എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ സ്പഷ്ടീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് തെറ്റായിരിക്കും. എന്നിരുന്നാലും കാലാന്തരേണ അതെല്ലാം പബ്ലിക്കിൻ്റെ മുമ്പിലായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇന്ത്യൻ സേനയുടെ പര്യാപ്തതയുടെ ആ കാര്യക്ഷമതയെക്കുറിച്ച് ഒരു ചോദ്യങ്ങളും ഉണ്ടാകുന്നത് മനസ്സിലുള്ള എല്ലാ സംശയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ ശ്രീ ബാലൻ, അതോടൊപ്പം ഒരു കാര്യം കൂടി, ഭാരതത്തെയും പാകിസ്ഥാനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ്റെ നിലപാടുകൾ അങ്ങേയറ്റം അപക്വമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു യുദ്ധ ഭീഷണി മുഴക്കുമ്പോൾ അവർ അതേതു രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളതിൽ നമ്മൾ ഒരല്പം ആശങ്കയോടുകൂടി വീക്ഷിക്കേണ്ടതല്ലേ? കാരണം അവർ അണ്വായുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവർ ഏതു രീതിയിലായിരിക്കും? കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമുക്കതല്ലല്ലോ. അതുകൊണ്ട് പക്വതയോടുകൂടി ഒരു സമീപനം സ്വീകരിക്കേണ്ടത് ഭാരതം തന്നെയല്ലേ എപ്പോഴും? അതിനോട് എനിക്ക് അല്പം വിയോജിപ്പുണ്ട്. എപ്പോഴൊക്കെ അവരിങ്ങനെ ആക്രമിച്ചിട്ടുണ്ടോ, ഊറിയിലെ സംഭവമാണെങ്കിലോ അല്ലെങ്കിൽ പുൽവാമയിലാണെങ്കിലോ, നമ്മൾ ബാലക്കോട്ട് സ്ട്രൈക്ക് ചെയ്തപ്പോഴോ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തപ്പോഴോ അപ്പോഴും അവർ ഇത് പറയുന്നുണ്ടായിരുന്നു. കാർഗിലും അവർ പറഞ്ഞു നമ്മളുടെ കയ്യിൽ അണുവായുധങ്ങളുണ്ട്, ഞങ്ങളത് ഉപയോഗിക്കും. അതൊക്കെ വെറും ഓലപ്പാമ്പുകളാണ്. അപ്പോൾ ആ ന്യൂക്ലിയർ ത്രെഷോൾഡ് ഉണ്ട്, അതിന് അകത്ത് നിർത്തിക്കൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ആർട്ട് ഓഫ് വാർഫെയർ. അത് യുദ്ധതന്ത്രം, അത് പട്ടാളക്കാരുടെ നേതാക്കൾക്കറിയാം.
അതിൻ്റെ നിർദ്ദേശങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഉചിതമായി ചെയ്യേണ്ടത് ആ സമയത്തെല്ലാം അത് ചെയ്യൂ. അപ്പോൾ അതിൻ്റെതായ പല തോതുകളിലും പല തുറകളിലും ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ കഴിവുകളോ പട്ടാളക്കാരുടെ കഴിവുകളോ എല്ലാത്തിലും നമ്മൾ അഗ്രസരാണ്. നമ്മൾ ഇന്ത്യയിലെ പട്ടാളക്കാർ, ഇന്ത്യയിലെ സൈന്യം, നാവികരാണോ എയർഫോഴ്സ് ആണോ ആർമിയാണോ, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 സൈന്യത്തിലായിട്ട് വരും. എക്വിപ്മെൻ്റ് അല്ലെങ്കിൽ തന്നെ അവരുടെ മനോബലവും അവരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിർത്തിയിൽ വെച്ചിട്ടോ നമ്മുടെ ഇപ്പോഴത്തെ പട്ടാളക്കാർക്കൊന്നും പേടിയില്ല. നമ്മളുടെ ജൂനിയർ ഓഫീസേഴ്സ് ആണോ സാധാ ജവാന്മാരാണോ അവർക്ക് ഒരു പേടിയില്ല. ധൈര്യത്തിൻ്റെ ഈ കല്ല് വെച്ചുള്ള ഹൃദയം മനസ്സുമാണ് അവരുടേത്. അവരെ കുറച്ചുകൂടി നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. അവർ ഇതിനെല്ലാം ചെയ്യാൻ അവർ സംതൃപ്തരാണ്. അതെ, തീർച്ചയായും സൈനികവും നയതന്ത്രപരവുമായ നീക്കം ഭാരതം അത് ഏത് തന്ത്രത്തിലൂടെ ആയിരിക്കും നടത്തുക എന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ്.